ഹീറോയെ അടിച്ചിട്ടേ പോകുമെന്ന് ടാക്സി ഡ്രൈവർമാർ വാശി പിടിച്ചു. ഇത് കേട്ടതോടെ മോഹൻലാൽ ടെൻഷനായി. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ സംബന്ധമായ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാലിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. തിലകൻ, കാർത്തിക, മോഹൻലാൽ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രം അന്നത്തെ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായിരുന്നു. കമൽ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. തെരുവ് കുട്ടികളും മോഹൻലാൽ ചെയ്ത എബി എന്ന കഥാപാത്രവും തമ്മിലുള്ള ആത്മബന്ധം പറയുന്ന ചിത്രത്തിന്റെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തത് കൊടൈക്കനാലിൽ വെച്ചായിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ച വിജി തമ്പി ഷൂട്ടിംഗ് സമയത്തെ ചില അനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. കൊടൈക്കനാലിലെ ഷൂട്ടിംഗ് സമയത്ത് മോഹൻലാലിനെ ആളുമാറി ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർ തല്ലാൻ വന്ന സംഭവമാണ് വിജി തമ്പി വിശദീകരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന്റെ താരോദയ സമയത്താണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പൂർണ്ണമായും മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വിജി തമ്പിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം എസ് കുമാർ ആയിരുന്നു. ഒരു ദിവസം ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ എസ് കുമാറിന് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. ക്യാമറയിലൂടെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അങ്ങനെ ആ ദിവസത്തെ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് അന്ന് ഉച്ചയ്ക്ക് 2-3 മണിയായപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഞങ്ങൾ. ഞാനും മോഹൻലാലും തിലകൻ ചേട്ടനും എസ് കുമാറും ചേർന്ന് ഒരു കാറിലാണ് പോയത്. ഈ സമയത്ത് മുമ്പിലൂടെ പോയ ഒരു വാഹനം എത്ര ഹോൺ അടിച്ചിട്ടും സൈഡ് തരുന്നില്ല. കാറിലുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേഷനായി. തിലകൻ ചേട്ടന് വരെ ഭയങ്കര ദേഷ്യമായി. ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ടാക്സി ഓവർടേക്ക് ചെയ്തു. അപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞു വണ്ടി നിർത്താൻ. ഈ വണ്ടി മറ്റേ വണ്ടിയുടെ കുറുകെ കൊണ്ട് നിർത്തി. ഈ സമയത്ത് കാറിൽ നിന്നും ഇറങ്ങിയ തിലകൻ ചേട്ടനും കുമാറും ടാക്സി ഡ്രൈവറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ശേഷം ഞങ്ങൾ കൊടൈക്കനാലിലെ താമസ സ്ഥലത്തെത്തി. രാത്രി 10 മണിയായപ്പോൾ ഞങ്ങൾ കാണുന്നത് പുറത്ത് ഭയങ്കര ബഹളം. കുറെ വണ്ടികളും ബഹളവും, ആകപ്പാടെ പ്രശ്നം. ഇവരുടെ ആവശ്യം പടത്തിലെ ഹീറോയെ തല്ലണമെന്നാണ്. ഹീറോ ഡ്രൈവറെ ചീത്ത വിളിച്ചു. ഹീറോയെ അടിച്ചിട്ടേ പോകുമെന്ന് ഡ്രൈവർമാർ വാശി പിടിച്ചു. ഇവരുടെ കയ്യിൽ വീൽ സ്പാനറും മറ്റും ഉണ്ടായിരുന്നു. ഇത് കേട്ടതോടെ ലാൽ ആകെ ടെൻഷനായി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങിയില്ലല്ലോ എന്ന് ലാൽ പറഞ്ഞു. അന്ന് ലാൽ തമിഴ്നാട്ടിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഡ്രൈവർമാർ ധരിച്ചു വെച്ചിരുന്നത് ഹീറോ കുമാർ ആണെന്നാണ്. കുമാർ കാണാൻ ഭയങ്കര സ്മാർട്ടും തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാൽ ഇറങ്ങി വന്നു. ലാലിനെ കണ്ടയുടൻ ഡ്രൈവർമാർ പറഞ്ഞു, ഇവനല്ല, ഇയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. ഇവർക്ക് കുമാറിനെ കിട്ടണം. അവസാനം കുമാറിനെ പോയി വിളിച്ചു. പിന്നെ ഇത് എന്തൊക്കെയോ പറഞ്ഞ് പരിഹരിച്ചു. ശേഷം ഇതും പറഞ്ഞ് ലാൽ കുമാറിനെ കുറെ കളിയാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. കൂടാതെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.